തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അവിടെ ശശി തരൂർ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം വളരെ വലിയ ക്യാമ്പയിൻ നടക്കുന്നു. എനിക്ക് തോന്നുന്നു BJP-യുടെ ക്യാമ്പയിൻ ഇത്രയധികം വലിയ, വളരെ പോഷായി അല്ലെങ്കിൽ ഇത്രയും ഗംഭീരത്തോടു കൂടി നടക്കുന്ന വേറൊരു സ്ഥലം ഉണ്ടാവില്ല എന്ന്. അല്ല, വിസിബിളി അത് മാത്രമല്ല, അവരുടെ പ്രൊഫഷണലി മാനേജ്ഡ് ആണ് അവരുടെ ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അത് എല്ലാ തരത്തിലും ഓരോ ഘട്ടത്തിലും എന്തൊക്കെ ചെയ്യണം, അതിന്റെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റം പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമ്പയിനാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. സ്വന്തമായി അതിന് രാജീവ് ചന്ദ്രശേഖറിന് ഒരു ടീമുണ്ട്. അങ്ങനെയാണോ? ഞാൻ കെ സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇല്ല, എല്ലാം പാർട്ടിയാണ് ചെയ്യുന്നതെന്നാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് പന്ന്യൻ രവീന്ദ്രൻ എത്തുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ നമ്മുടെ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് അവേ. ഇത്തവണത്തേത് എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയാനിരിക്കുന്നത്. അല്ല, ഈ ശശി തരൂരിനുള്ള വ്യക്തിപ്രഭാവം, രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്ന പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള ഇലക്ഷനിയറിംഗ്, ഇത് തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ ഇതിന്റെ ഇടയ്ക്ക് ശക്തനായി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും തിരുവനന്തപുരത്തിന്റെ മനസ്സ് എങ്ങനെയാണ്, തിരുവനന്തപുരം എങ്ങനെ ചിന്തിക്കുന്നു നോക്കിയാലോ? നോക്കാം. തിരുവനന്തപുരത്ത് നോക്കൂ, ശശി തരൂർ വളരെ കൃത്യമായ, വളരെ വ്യക്തമായ ലീഡ് നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നു. പന്ന്യൻ രവീന്ദ്രന്റെ വോട്ട് വിഹിതത്തിൽ വലിയ കുറവ് സംഭവിക്കുന്നു. അദ്ദേഹം 30% നിന്ന് താഴെ പോകുന്നു, 28% വീഴുന്നു. അതായത് പന്ന്യന്റെ വോട്ട് ഷെയറിൽ, അല്ലെങ്കിൽ പന്ന്യന് കിട്ടുമായിരുന്ന, പന്ന്യന് വോട്ട് ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചിരുന്ന കുറേ അധികം ആളുകൾ വേണ്ട എന്ന് അവരുടെ പ്രിഫറൻസ് മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ തവണ BJP-യും കോൺഗ്രസും തമ്മിൽ 10% ഡിഫറൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് 8% കുറയുന്നു. ആ അകലം കുറയുകയാണ്. 22 ദിവസം കഴിയുമ്പോൾ അകലം കുറഞ്ഞ് 8% വരുന്നു. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഇത് മാത്രമല്ല, സഭകൾ എടുക്കുന്ന സമീപനം നോക്കൂ. കഴിഞ്ഞ പെസഹ ദിനത്തിൽ തോമസ് ജെ നെറ്റോ ആർച്ച് ബിഷപ്പ് നടത്തിയ പ്രസംഗം നോക്കൂ. സമീപകാലത്തൊന്നും ഒരു മതമേലധ്യക്ഷൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ക്രിറ്റിസിസം നടത്തി കാണില്ല. വളരെ ശക്തമായ വിമർശനം. 2014 ഉണ്ടായിരുന്ന ക്രൈസ്തവ പീഡനത്തിന് നിരക്കും 2024 നിരക്കും പറഞ്ഞുകൊണ്ട് ഒരു ആന്റി BJP സ്റ്റാൻസ് എടുക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പാളയം ഇമാം കഴിഞ്ഞ ദിവസം, ഈദ്ഗാഹ് ദിവസം, കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദത്തിനെതിരെ അതിശക്തമായ നിലപാടാണ്. തിരുവനന്തപുരം ഫോർ തരൂർ എന്നുള്ളതാണ് ഇന്നത്തെ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഒപ്പം തിരുവനന്തപുരത്തെ രണ്ടാം സ്ഥാനത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആണ് എന്നുള്ളത്.